ലോകപരിചയമുള്ള വ്യക്തി, വിദേശ സർവകലാശാലയിൽ പഠിച്ചു, ഇക്കോ തിയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ പ്രതിഭാശാലി, ബുദ്ധിജീവി മെത്രാൻ, സോഷ്യൽ ആക്ടിവിസ്റ്റ്, സോഷ്യൽ മീഡിയ പുലി. ഭാവിയിൽ ഓർത്തഡോക്സൻ യാക്കോബായ ലയനമുണ്ടായാൽ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി ഐക്യസഭയുടെ കാത്തോലിക്ക പദവിയിൽ എത്താമെന്ന് സ്വപ്നം കണ്ട് സൈക്കിൾ മുക്ക് ഭദ്രാസന ഭരണം കളഞ്ഞു കുളിച്ച വ്യക്തി എന്നിങ്ങനെ കൂറിലോസ് മെത്രാന് വിശേഷണങ്ങൾ നിരവധിയാണ്. എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കുന്ന കൂറിലോസ് മെത്രാൻ ഇത്തവണ തട്ടിപ്പിന് ഇരയായതിലൂടെയാണ് വാർത്തകളിൽ ഇടം നേടിയത്. മെത്രാന്റെ അക്കൗണ്ടിൽ നിന്ന് 15 ലക്ഷത്തോളം രൂപ ഓൺലൈൻ മുഖാന്തരം തട്ടിച്ചതായ വാർത്തകൾ പുറത്തുവരുന്നു. ഭദ്രാസനാധിപ സ്ഥാനമൊഴിഞ്ഞ ശേഷം ആനിക്കാട് ഒരു വീട് വാങ്ങി അതിനെ സെന്റ് ഗ്രിഗോറിയോസ് ഡയറയാക്കി സ്വയം പ്രഖ്യാപിച്ച് താമസമാക്കിയ ഇദ്ദേഹത്തെ CBIയിൽ നിന്ന് വ്യാജേന ചിലർ ഫോണിൽ ബന്ധപ്പെട്ടു. മുംബൈയിലെ നരേഷ് ഗോയൽ എന്ന വ്യക്തി ഉൾപ്പെട്ട കള്ളപ്പണ വെളുപ്പിക്കൽ കേസിൽ മാർ കൂറിലോസിന്റെ പേരുമുണ്ടെന്നറിയിച്ചു. ഇത് വ്യക്തമാക്കുന്ന ചില വ്യാജരേഖകൾ കാട്ടുകയും ഓൺലൈൻ മാർഗം ഓഗസ്റ്റ് 2-ന് ജുഡീഷ്യൽ വിചാരണ നടത്തുകയും ചെയ്തു. കേസിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ പിഴ അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഇതിനായി തട്ടിപ്പ് സംഘം അവരുടെ സ്വകാര്യ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും നൽകി. തുടർന്ന് 2 ദിവസങ്ങളിലായി 15,11,186 രൂപ തട്ടിയെടുത്തു. ഇത് സംബന്ധിച്ച് കീഴ്വായ്പൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഈ വിഷയത്തിൽ ഉയർന്ന സംശയങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. മാർ കൂറിലോസിന്റെ കൈകൾ സംശുദ്ധമാണെങ്കിൽ എന്തിന് കള്ളപ്പണ ഇടപാടിനെ കുറിച്ച് തട്ടിപ്പുകാർ പറഞ്ഞ കാര്യങ്ങളും ആരോപണവും കൂറിലോസ് വിശ്വസിച്ചു? കള്ളപ്പണ ഇടപാടൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ എന്തിന് ഓൺലൈൻ വിചാരണയ്ക്ക് മാർ കൂറിലോസ് ഇരുന്നു കൊടുത്തു? ഓൺലൈൻ വിചാരണയിൽ തട്ടിപ്പുകാർ ആരോപിച്ച കുറ്റങ്ങൾ സമ്മതിച്ചതുകൊണ്ടല്ലേ പിഴയടക്കാൻ കൂറിലോസ് തീരുമാനിച്ചതും അവർക്ക് പണം കൈമാറ്റം ചെയ്തും? അതിനർത്ഥം മാർ കൂറിലോസ് കള്ളപ്പണ ഇടപാടുകളിൽ പങ്കാളിയായിട്ടുണ്ട് എന്ന് തന്നെയല്ലേ? ഇത്തരം അസന്മാർഗിക ഇടപെടലുകളിൽപ്പെട്ട കെണികളിൽ വീണതുകൊണ്ടല്ലേ ഇത്രയും നാളും ക്രിസ്ത്യാനികൾ നേരിടുന്ന ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ്, ന്യൂനപക്ഷ സംവരണം, കേരള സ്റ്റോറി എന്ന സിനിമ വരെയുള്ള സർവ്വ വിഷയത്തിലും ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പൊതുനന്മയ്ക്ക് എതിരെ മാർ കൂറിലോസ് സംസാരിച്ചത്?